ഹായ്, ഇത് ക്രോഷ്യ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് നിർത്തിയത് ഒരു ബേസ് സെറ്റാക്കിയിട്ടാണ്. അപ്പോൾ ഇനി അതിന് വേറെ സംഭവങ്ങൾ ചെയ്യാണ്ട്. അതിൻ്റെ ഫസ്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കേഴ്സ് പ്ലേസ് ചെയ്യലാണ്. അപ്പോൾ അത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയിന് വിട്ടിട്ട് 10 ചെയിൻസ് കൗണ്ട് ചെയ്യുക. എന്നിട്ട് 11ാമത്തെ ചെയിനിൽ സ്റ്റിച്ച് മാർക്കർ പ്ലേസ് ചെയ്യാം. പക്ഷേ സ്റ്റിച്ച് മാർക്കർ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സേഫ്റ്റി പിന്നാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെ 15ലും 21ലുമാണ് സ്റ്റിച്ച് മാർക്കർ പ്ലേസ് ചെയ്യേണ്ടത്. കറക്റ്റായിട്ടുള്ള നമ്പറിൽ തന്നെ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഫുള്ള് കേടുവരും. അപ്പോൾ ഇങ്ങനെയൊക്കെ അതിൻ്റെ സ്ട്രക്ചർ 10, 10, 5, 5, 20 അങ്ങനെ തന്നെ വരണം. നമ്മൾ 21ാമത്തേൽ വെച്ചാൽ ലാസ്റ്റിലേക്ക് 10 ചെയിൻസ് ബാക്കിയുണ്ടാവും. അത് നമ്മളെ സ്റ്റിച്ചിങ് കറക്റ്റാണെങ്കിൽ എന്തായാലും അങ്ങനെ തന്നെ വരുള്ളൂ. ഇങ്ങനെയൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഹാരിങ് ബോൺ തന്നെ ചെയ്യാനുള്ളത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇതിലും ആ സ്റ്റിച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഫസ്റ്റത്തെ ചെയിൻ വിടാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റാവും. പിന്നെ ക്രോഷ്യ ചെയ്യുമ്പോൾ എന്തെങ്കിലും പാട്ടൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത്. എന്നാലേ നമുക്ക് കുറച്ചൊരു സ്ട്രെസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടാണ് ചെയ്യൽ, അല്ലെങ്കിൽ എനിക്ക് ബോറടിക്കും. പിന്നെ ചില വീഡിയോസിലൊക്കെ ഞാൻ പലരും വീഡിയോ ഒക്കെ വെച്ചിട്ട് ചെയ്യണ കണ്ടിരിക്കണം. പക്ഷേ എനിക്കൊന്നും അങ്ങനെ പറ്റില്ല. എൻ്റെ മൊത്തം ഇത് പോവും, കോൺസെൻട്രേഷൻ പോവും. സ്റ്റിച്ച് മാർക്കേഴ്സ് വെച്ച സ്ഥലത്തെത്തിയാൽ നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ അഴിച്ചിട്ട് അവിടെ ഒരു ഹാരിങ് ബോൺ ചെയ്യുക. ഞാൻ ചെയ്യുന്നത് കണ്ടോളി. ഒരു ഹാരിങ് ബോൺ ചെയ്തിട്ട് വേറൊരു ത്രെഡൊക്കെ ഇൻസേർട്ട് ചെയ്യാതെ അതിൽ തന്നെ 2 ചെയിൻസും ചെയ്യുക. എന്നിട്ടാണ് പിന്നെ ആ ഹോളിൽ തന്നെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാരിങ് ബോണും കൂടി ചെയ്യുക. ഞാൻ വീഡിയോയിൽ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ, ഞാൻ കാണിക്കേണ്ടത് നല്ല പോലെ ഏത് ഹോളിലേക്കാണ് ചെയ്യണമെന്ന്. ഇപ്പോഴാണ് 2 ചെയിൻസ് ഞാൻ ചെയ്യുകയാണ്. ആ 2 ചെയിൻസ് ചെയ്തതിന് ശേഷം ആ ഹോൾ നമ്മൾ ആദ്യം ഹാരിങ് ബോൺ ചെയ്ത ആ ഹോളിൽ തന്നെ ഇട്ടിട്ട് വേറെ 2ാമത്തെ ഹാരിങ് ബോൺ ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ബെൻഡ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഷോൾഡർ ഉണ്ടാക്കുക. കണ്ട അവിടെ ഒരു ഹോൾ വന്നത്. അതേപോലെ ഞാൻ ആദ്യത്തെ സ്റ്റിച്ച് മാർക്കറിൽ ചെയ്തിരുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. ഇനി ഏതൊക്കെ സ്റ്റിച്ച് മാർക്കർ വരുന്നുണ്ടോ അവിടെയൊക്കെ ഈ ഒരു ടൈപ്പാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഹാരിങ് ബോണും ചെയ്യുക. അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ പാറ്റേൺ പോകുന്നത്. ആ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെയാണ് അടുത്തത് ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളത് മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നല്ലപോലെ അത് പറഞ്ഞിരിക്കണ്. എനിക്കത് തെറ്റ് പറ്റിയോണ്ട് ഞാൻ പിന്നെയും പറയുകയാണ്, അതിൻ്റെ അടുത്തുള്ളതിൽ തന്നെ ചെയ്യണം, അല്ലാതെ വേറെയിൽ കൊണ്ടിടരുത്. അപ്പോൾ എന്തായാലും തെറ്റാവും. അപ്പോൾ ഇനി ഫുള്ള് ഹാരിങ് ബോൺ ചെയ്യുക. എന്നിട്ട് സ്റ്റിച്ച് മാർക്കർ എത്തിയാൽ അതഴിച്ചിട്ട് പിന്നെയും നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെ ചെയ്യുക. പിന്നെ ആ ബേസിൻ്റെ ലാസ്റ്റ് എത്തിയാൽ ഇത് വീണ്ടും മേലക്ക് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ്. നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഹോള് ചെയ്തില്ലേ, അവിടെ തന്നെ വീണ്ടും അങ്ങനത്തെ സ്റ്റിച്ചസ് തന്നെ റിപ്പീറ്റ് ചെയ്യണം. എന്നാലേ ആ ഒരു രീതിക്ക് പോവുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഹാരിങ് ബോൺ. ഇതിൽ ഇപ്പോൾ ഞാൻ ഇത്രയ്ക്ക് കാണിക്കണുള്ളൂ. ഞാൻ ഇപ്പോൾ വീഡിയോ അല്ല ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അയക്കണേ. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ വരിക. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമുക്കൊരു ബെൻഡ് കിട്ടിയിരിക്കണേ, അതാണ് ഷോൾഡറായിട്ട് വരിക. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ അവിടേക്ക് ഇങ്ങനെ സ്റ്റിച്ച് വരും. അപ്പോഴാണ് നമ്മളെ ഹുഡി റെഡി ആവുക. ഹുഡിയല്ല, സ്വെറ്റർ റെഡി ആവുക. ഇങ്ങനെയാണ് വരിക. അതിങ്ങനെ താഴത്തേക്ക് വരും കേട്ടോ. മേലേക്കല്ല, താഴേക്ക്. ഈ വീഡിയോയിൽ കാണിക്കണ പോലെ താഴേക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്കും കമൻറ്റും മറക്കണ്ട. ബായ്.